മക്കളെ അച്ഛന് വയ്യടാ. അതെനിക്കറിയാലോ, ഇവിടെ പല പെണ്ണുങ്ങളും പറയുന്നുണ്ട് അച്ഛൻ തീരെ വയ്യ. അസുഖമാണ്. എന്ത് അസുഖമാണ്? അച്ഛൻ ഇപ്പൊ മെനഞ്ഞാന്ന് ആശുപത്രി ചെന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ മൂത്രത്തിൽ കുന്നെന്ന്. മൂത്രത്തിൽ കല്ലെന്നല്ലേ പറഞ്ഞിട്ടില്ല? ആ തുടക്കം ആദ്യം കല്ലായിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ കല്ലിരുന്ന് വളർന്ന് വളർന്ന് ഇങ്ങനെ വലിയ കുന്നായിട്ട് മാറി. ആശുപത്രി പോയില്ലല്ലേ? ആശുപത്രി പോകാനാണ് ഇറങ്ങിയത്. കള്ളം പറയില്ല. ഞാൻ ഒരു JCB കൊണ്ടുവന്ന് ഈ കുന്ന് ഞാൻ ഇടിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞേക്കാം. സന്ദീപേ, എന്താ കുട്ടി കാണിക്കണേ? അച്ഛനോട് ഇങ്ങനെയൊക്കെയാ പെരുമാറണേ? അടി വള്ളുവനാണ് അമ്മായി. നക്കിത്തിന്റെ നല്ലപ്പിൽ ആ സൗണ്ടിൽ പിടിച്ചാൽ ഞാൻ അലിയൂന്ന് കരുതി. പാവം, നിന്റെ അച്ഛനും കൂടെ അല്ലേ അത്? ഈ അച്ഛൻ മരിച്ചാ നീ കരയോ മോനെ? എന്തോ അമ്മായി പറഞ്ഞേ? ഞാൻ ശ്രീധരത്തിന് പേര് അങ്ങനെ വിഷയമൊക്കെ ഉണ്ടാക്കും. ഞാൻ മനസ്സാക്ഷിയുള്ളവനല്ലേ? ഇത് അഞ്ജുന്റെ അച്ഛൻ എന്റെ അച്ഛനല്ലേ? മരിച്ചാ ഞാൻ കരയും. എന്നാ നീ ഒന്ന് കരഞ്ഞു കാണിച്ചേ. ആദ്യം ആ പുല്ലെടുത്ത് ചത്ത് കാണിക്കാൻ പറ. പറയാനുള്ളത് ഞാൻ നിനക്ക് ശ്രീധരൻ തരാറുണ്ടല്ലോ. ഇന്ന് ശ്രീധരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. നഷ്ടമാണ് നമുക്ക്. എന്റെ പൊന്നുംകുടത്തിന് എടുത്തോ കൊണ്ടുപോ. ഇതോ എന്റെ പൊന്നപ്പേ വേണ്ട. കല്യാണം കഴിഞ്ഞ എന്റെ അന്ന് ഹണിമൂണ് വന്നേരം എന്റെ കാറ് വേണ്ട, ഇതിൽ കയറിപ്പോൻ പറഞ്ഞ്. ആദ്യം ഫസ്റ്റ് ഗിയർ ഇട്ടപ്പോ എഴണ പോലെ എങ്ങനെ ഇഴഞ്ഞു പോയി. സെക്കൻഡ് ഗിയർ ഇട്ടപ്പോ പട്ടി പെടുക്കാൻ വേണ്ടി കാല് പൊക്കൂലേ, അതുപോലെ ഈ കാർ ഇങ്ങനെ വെച്ചോണ്ട് എന്റെ പെണ്ണുമുള്ളയും കൊണ്ട് അങ്ങ് പോയി. പിന്നെ ഭാഗ്യത്തിന് ടോളിന്റെ അവിടെ എത്തിയപ്പോ ഭാഗ്യം കിട്ടി കേട്ടോ. അവിടെ 4 വീലറിന്റെ കൊടുക്കണ വന്നില്ല, 2 വീലറിന്റെ കൊടുക്കാൻ വന്നുള്ള. ആ ഗ്യാപ്പിൽ ഇങ്ങനെ കയറി അങ്ങ് പോയി. ഈ മാട്ടക്കാറാണ് എനിക്ക് തരാൻ പോണത്. മാട്ടക്കാറാ? എന്നെ വേണമെങ്കിൽ അടിച്ചോ, 2 തെറി വിളിച്ചോ. കാറിനെ മാത്രം ഒന്നും പറയരുത്. ഈ മനുഷ്യനെ പറ്റി നിനക്ക് അറിഞ്ഞൂടാ. ഈ മനുഷ്യനെ പറ്റി എനിക്ക് മാത്രം അറിയാം. എന്തറിയാന്നാ പറയണേ? ഇങ്ങനെയുണ്ടല്ലോ, കുടുംബം എന്ന് പറഞ്ഞ ഇങ്ങനെ മരിക്കും, അറിയോ? കള്ളം പറയല് ചത്ത് വീഴുന്നില്ലല്ലേ? ചേട്ടാ എന്തോ ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യും. ഈ അള്ളെന്തി ഇവിടെ അതിന്റെ അകത്ത് വെച്ചിരുന്നേ? റംബൂട്ടാനല്ലേ അത്? എടുത്ത് മാറ്റി വെച്ചോ. അള്ളായിരുന്ന ഇങ്ങോട്ട് വാ. ഇപ്പൊ ഒരു തരത്തിൽ അടങ്ങൂല. ഇവൻ ചൂടായി നിൽക്കാണ്. തണുപ്പിക്കാൻ എന്തോ ചെയ്യണം. ഐസ്ക്രീം ഇടി അവനെ നമ്മളെ റൂട്ടിൽ കൊണ്ടുവരാൻ എന്തോ ചെയ്യണമെന്ന്. സെന്റി അടിക്കാം. എനിക്ക് തെണ്ടി അടിച്ച് നടക്കാനൊന്നും വയ്യ. പിന്നെ ഡയലോഗ് പറഞ്ഞിട്ട് അവനെ കരയിക്കണം നമ്മള്. ഡയലോഗ് പറഞ്ഞ് കരയിക്കണം, അത്രയല്ലേ ഉള്ളൂ. അച്ഛൻ തുടങ്ങാൻ പോണേ. അവൻ്റെ അടുത്ത് പറ അച്ഛൻ. സന്ദീപ് വേഗം വേണം അച്ഛന്റെ മോണാക്ട്. സന്ദീപേ, നീ വലിയൊരു മനുഷ്യനാണ്. ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. അതിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി നീ കടന്നു വന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ ദയവ് ചെയ്ത് ഞങ്ങളെ കുടുംബത്തെ ശിഥിലമാക്കരുത്. മീഷോയിൽ ഓർഡർ ചെയ്ത ജോർജ് കുട്ടി ശബ്ദമൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ശ്രീധരത്തിന്റെ കാര്യം ശ്രീധരൻ പറഞ്ഞ് ശ്രീധരൻ മാമന്റെ ശിഥിലമാക്കരുതെന്ന് പറഞ്ഞു. ശിഥിലത്തിന്റെ അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ട്. അങ്ങനെ ഇത് കാണാൻ പഠിച്ച ശിഥിലത്തിന്റെ അർത്ഥം പറയണം. ശിഥിലത്തിനാ നിനക്ക് എത്ര രൂപ തരാണ്ടെന്ന് പറഞ്ഞത്? 3 ലക്ഷം രൂപ. അതിന്റെ കൂടെ ഒരു 10-15,000 രൂപ തന്നു കഴിഞ്ഞാൽ ഈ ശിഥിലത്തിൽ നിന്നുള്ള പിടി വിടുവോ? ഒരിക്കലും വിടൂല. അത് തരാന്ന് പറച്ചിലേ ഉള്ളൂ, തെരുവിലല്ല. എനിക്കറിയാൻ. ഇനി ഒരു കാര്യം പറയാൻ പോവാണ്. ശ്രീകുട്ടി എന്ന് പറഞ്ഞ ആരാണ്? എന്റെ അനിയത്തി കുട്ടിയാണ്. ആ പെങ്ങളെ കല്യാണം മക്കള് മുമ്പ് നിന്ന് നെഞ്ച് വിരിച്ച് നിന്ന് നടത്തി കാണിച്ചു കൊടുക്കണം. നൈസായിട്ട് ബാധ്യതയല്ല എന്റെ തലയെ കൊണ്ടം കെട്ടിയത് കണ്ട. ആദ്യത്തെ സ്ത്രീധന പൈസ തരുന്നില്ല, ഈ ബാധ്യതയും കൂടി എന്റെ മണ്ട എന്നെ മനസ്സിലിരുന്നാ മതി.